എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് തിരുവല്ലാമല ക്ഷേത്രത്തിലേക്കാണ്. കൂടെ കുത്താമ്പള്ളിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു വിവാഹം വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ ഒരു യാത്ര. കുത്താമ്പള്ളിയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് അടുത്ത വീഡിയോ. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ കുത്താമ്പള്ളി സ്പെഷ്യൽ വീഡിയോ ആണ്. അതെന്തായാലും കാണണം. ഇപ്പോൾ നമ്മൾ തിരുവല്ലാമല ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായി. ശരിക്കും ഈ ഒരു ഭാഗത്തു കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കണ്ണിനും മനസ്സിനുമൊക്കെ സന്തോഷം തരുന്ന കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിന് അടുത്തെത്തി കഴിഞ്ഞു. അടുത്തെത്തുന്തോറും നമുക്ക് ചുറ്റും പാറകളെല്ലാം കാണാൻ കഴിയും. കാരണം ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പാറയുടെ മുകളിലാണ്. ഇപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ കവാടം കാണാം. അതിൽ വില്വാദ്രിനാഥ ക്ഷേത്രം എന്ന് എഴുതിയിട്ടുണ്ട്. കവാടത്തിൻ്റെ മുകളിലായി താമരയ്ക്കുള്ളിൽ ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും രൂപവും കാണാം. അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം നമ്മളെല്ലാവരും കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കയറാം. കയറുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് അത്യാവശ്യം ഫ്രഷ് ആവാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ദൂരയാത്ര കഴിഞ്ഞ് വരുന്നവർക്കെല്ലാം അത് വളരെ ഉപകാരമായിരിക്കും. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ കാണുന്നത് അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ്. ഇതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു വന്നത്. ഇതിലൂടെ കുറച്ച് നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലേക്ക് കുറച്ച് പടികൾ കാണാം. ആ പടികൾ കയറിയാൽ നമ്മൾ അമ്പലത്തിലെത്തും. ശരിക്കും ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് മലയ്ക്ക് മുകളിലാണെങ്കിലും വലിയ വലിയ മരങ്ങളാൽ ചുറ്റപ്പെട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അത് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. ഈ പടവുകളെല്ലാം കയറി നമ്മൾ എത്തുന്നത് ശ്രീരാമസ്വാമിയുടെ നടയിലാണ്. മറുവശത്തായിട്ട് ലക്ഷ്മണസ്വാമിയുടെ നടയും കാണാം. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലാണ്. എങ്കിലും മാക്സിമം കാഴ്ചകൾ നിങ്ങളിലെത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. ഇവിടെ ഇപ്പോൾ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കേണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ തട്ടുമുട്ടുമൊക്കെ കേൾക്കുന്നത്. അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. നല്ലൊരു കാഴ്ചയാണത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലക്ഷ്മണസ്വാമിയുടെ നടയാണ്. ഇതിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനഭിമുഖമായിട്ടാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുള്ളത്. ഇത്തരമുള്ള ചിത്രപ്രമുഖയും ചിത്രമായി കണ്ടു വംസിക്കുന്ന ഭൂമിക്കാലവും ഇതിന് മുൻപും വൃത്താന്തമൊക്കെയും ഇപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി പ്രദക്ഷിണം വയ്ക്കുകയാണ്. അപ്പം അമ്പലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്കിതുപോലെ താഴേക്കുള്ള പടവുകൾ കാണാം. ഈ പടവുകൾ ഇറങ്ങി ചെന്നാൽ നമ്മൾ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് എത്തുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് അയ്യപ്പസ്വാമിയുടെ ഇരുവശങ്ങളിലുമായിട്ട് മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും പ്രതിഷ്ഠയും കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സരസ്വതി സന്നിധിയിലാണ്. മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു ആൽമരത്തറയാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. കല്ലുകൾക്ക് മുകളിൽ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഇതുപോലെ കല്ലുകൾക്ക് മുകളിൽ കല്ലുകൾ ചേർത്ത് വെച്ചാൽ അത് നടക്കുമെന്ന ഒരു വിശ്വാസവും ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ക്ഷേത്ര ദർശനം വളരെ ഭംഗിയായി നല്ല രീതിയിൽ തൊഴുതിറങ്ങി. ഒപ്പം നിങ്ങൾക്കും അത് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പ്രശ്നം വിശപ്പാണ്.
അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കട ഞങ്ങൾ കണ്ടു, ഹോട്ടൽ ശ്രീരാം. നമുക്കപ്പോൾ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ അതിനുള്ള കാത്തിരിപ്പിലാണ്. ഇവരിവിടെ ഇലയിലൊക്കെയാണ് ഭക്ഷണം തരുന്നത്. ആദ്യം തന്നെ വട കൊണ്ടുവച്ചു, വട കഴിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി തൊട്ടു മുമ്പിലുള്ള കടയിൽ നിന്ന് ചെറിയൊരു പർച്ചേസൊക്കെ നടത്തി വരികയാണ്. അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, ചെറിയ പർച്ചേസും കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് കുത്താമ്പുള്ളിക്കാണ്. അടുത്ത എപ്പിസോഡ് നമ്മുടെ സ്പെഷ്യൽ കുത്താമ്പള്ളി എപ്പിസോഡാണ്. എന്തായാലും കാണണം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട നിങ്ങളെല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഫേസ്ബുക്ക് പേജാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്.